ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ പിഴവിനെ പറ്റിയാണ്. ഈ അടുത്ത കാലത്തായി വ്യാപകമായ പരാതി ഉയരുകയാണ് ചികിത്സാ പിഴവിനെ പറ്റി. കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ തന്നെ അത്തരത്തിൽ ഉള്ള പിഴവുകൾ സംഭവിക്കുന്നു എന്നത് ഖേദകരമാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ കാണപ്പെട്ട ദൈവങ്ങളാണ്, അത് സത്യവുമാണ്. പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില അശ്രദ്ധകൾ, ലാക്ക് ഓഫ് കെയർ, അതിനെ നെഗ്ലിജൻസ് എന്ന് പറയാം, അത് ഒരു മനുഷ്യജീവനെ മാത്രമല്ല തകിടം മറിക്കുന്നത്, ആ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന അനേകരെ അത് അവരുടെ ജീവിതം ശൂന്യമാക്കും. ഇതിനെ പൊതുവെ നിയമത്തിൽ വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ 12ാമത് വകുപ്പ് പ്രകാരം പിഴ ഈടാക്കുവാനും നഷ്ടപരിഹാരം ലഭിക്കുവാനും ചികിത്സാ പിഴവ് മൂലം കഷ്ടപ്പെടുന്നവർക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇപ്പോൾ ചികിത്സാ പിഴവുകൾ കൂടി വരികയാണല്ലോ. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇരയാക്കപ്പെടുന്നവർക്ക് എങ്ങനെ നിയമപരമായ പരിരക്ഷ ലഭിക്കും? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഒരു ഡോക്ടർ മനഃപൂർവ്വം ചികിത്സാ പിഴവ് വരുത്തി ഒരാളുടെ ജീവിതം തകർക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ജീവന് ഹാനികരമാക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. കൺകാണപ്പെട്ട ദൈവങ്ങളാണ് ഡോക്ടർമാർ. പക്ഷെ പലപ്പോഴും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അശ്രദ്ധ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അതിന് വളരെ കാലോചിതമായ നിയമ നടപടികൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് വളരെ വലിയ കുറ്റകരമായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കെയർ, ശ്രദ്ധയില്ലായ്മ. ഒരു ചെറിയ ശ്രദ്ധയില്ലായ്മ പോലും ഒരു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കും, ജീവിതം തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ജോലിയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വളരെ ദുഷ്കരമായ സാഹചര്യമാണ് ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത്. അതിന് തക്കതായ ധാരാളം തെളിവുകൾ വേണ്ടിവരും. എന്നിരുന്നാലും നമ്മുടെ നിയമത്തിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 304A, 336, 337, 338 വകുപ്പുകൾ പ്രകാരം ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ 12ാമത്തെ വകുപ്പ് പ്രകാരവും ഈ ഇരയാക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട്. പക്ഷേ അതിൻ്റെ നിയമപരമായിട്ടുള്ള പോരാട്ടം വളരെ ദുഷ്കരം ആയിരിക്കും. കാര്യം ഒരു ഡോക്ടർ ചികിത്സയിൽ പിഴവ് വരുത്തിയെന്ന് പൂർണ്ണമായി ഒരു കോടതിക്ക് മുമ്പാകെ നമുക്ക് തെളിയിക്കാൻ കഴിയണം. അതിന് വളരെ വലിയ ശ്രമങ്ങളുണ്ട്. മെഡിക്കൽ ബോർഡിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ അതിന് അത്യാവശ്യമാണ്. ഒരു ഡോക്ടർ ചികിത്സയ്ക്ക് പിഴവ് വരുത്തിയെന്നുള്ളത് മറ്റൊരു ഡോക്ടർ കണ്ടെത്തി അത് വിലയിരുത്തേണ്ടതായിട്ടുള്ള സന്ദർഭവും ഉണ്ടാകും. ചികിത്സാ പിഴവിനെതിരെ അങ്ങ് നടത്തിയ ഒരു കേസ് വിജയം വരിച്ചിരുന്നുവല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചികിത്സാ പിഴവിനെതിരെ എനിക്ക് ഒരു കേസ് നടത്തുവാനുള്ള ഭാഗ്യമുണ്ടായി. അത് എൻ്റെ നിയമപരമായ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. ഒരു ഡോക്ടറും അതുമായി ബന്ധപ്പെട്ട ആശുപത്രിയും ആ ചികിത്സാ പിഴവിൽ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുകയും അവർ
ആ പിഴവിന് ഇരയായ ആൾക്ക് നല്ല രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുകയുമുണ്ടായി. അതിൻ്റെ നാൾവഴികളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഒരു ഗർഭിണിയായ പെൺകുട്ടി ഗർഭവതിയായത് മുതൽ ഒരു ആശുപത്രിയിലായിരുന്നു എല്ലാവിധ ചികിത്സകളും നടത്തിക്കൊണ്ടിരുന്നത്. ഗർഭിണിയായ ആദ്യ ദിനം മുതൽ അവിടെ വേണ്ടത്ര പരിരക്ഷ നൽകുന്നതിന് അവർക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവരെ ആശുപത്രിയെ സമീപിച്ചത്. പൂർണ്ണ ഗർഭവതിയായതിനു ശേഷം ആ പെൺകുട്ടി നാച്ചുറലായിട്ട് നാച്ചുറലായിട്ട് പ്രസവിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ സിസേറിയന് വിധേയമാക്കപ്പെട്ടു. ആ സിസേറിയൻ മൂലം വലിയ പിഴവാണ് സംഭവിച്ചത്. അങ്ങനെ പിഴവ് സംഭവിക്കുകയും ആ കുട്ടി, അമ്മയായ ആ കുട്ടി മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തു. അത് ചികിത്സാ പിഴവാണെന്ന് സമ്മതിക്കുവാൻ ആ ഡോക്ടറോ ആശുപത്രിയോ തയ്യാറായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സിസേറിയൻ കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ ഈ പെൺകുട്ടി വളരെ അത്യാസന്ന നിലയിലേക്ക് പോവുകയാണ്. ശരീരം മുഴുവൻ നീര് വ്യാപിച്ച് ചലനമറ്റ് കിടക്കുന്ന ഒരു ജീവച്ഛവമായി ഈ പെൺകുട്ടി മാറി. ഈ പെൺകുട്ടിയെ വേണ്ടത്ര പരിരക്ഷയുള്ള ആംബുലൻസിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആ ആശുപത്രിയിൽ വിദഗ്ധമായി ചികിത്സ നടത്തിയപ്പോൾ ആ ആശുപത്രിയിലെ ഡോക്ടർ വിധിയെഴുതി, ഡോക്ടറുടെ കുറിപ്പിലെഴുതി, താഴെയുള്ള ആശുപത്രിയിലെ ഡോക്ടറുടെ നെഗ്ലിജൻസ് മൂലം, ചികിത്സയിലുണ്ടായ പിഴവ് മൂലമാണ് ഈ പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. അത് വളരെ ബൃഹത്തായ ഒരു കേസായിരുന്നു. സാധാരണ ഒരു പെൺകുട്ടിക്ക് സിസേറിയൻ നടത്തേണ്ടി വരുമ്പോൾ ഇടുന്ന ചെറിയ കീറലുണ്ട്. അത് ട്രാൻസ്വേഴ്സൽ ആയിട്ട് വിടാം, ലാറ്ററലായിട്ട് വിടാം. അതൊരു പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഈ സിസേറിയൻ നടത്തുമ്പോൾ ചെറിയ കീറൽ ഇടുന്നത്. ആ കീറൽ അല്പം വലുതായി കഴിഞ്ഞാൽ അത് ശരീരത്തെ ആകെ ബാധിക്കുകയും അതിൻ്റെ വിസർജ്യ അവയവങ്ങളെ പോലും കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ നടത്തിയ കേസിൽ അതായിരുന്നു സംഭവിച്ചത്. ഒരു 6 അടി നീളമുള്ള ഒരു പെൺകുട്ടിക്ക് 5 അടി നീളമുള്ള പെൺകുട്ടിക്ക് 6 അടി നീളമുള്ള ഒരു പെൺകുട്ടിക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു ടിയർ ഇടാൻ പാടില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് ആ ഗർഭപാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന അവയവങ്ങൾ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ പല അവയവങ്ങളും ഈ കീറൽ മൂലം കീറിപ്പോവുകയും പല ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതായി പോവുകയും ചെയ്യും. ആ കേസ് വിജയിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ആ പെൺകുട്ടിയെ രണ്ടാമത് പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ ഡോക്ടർ അസന്നിഗ്ധമായി പറഞ്ഞു, താഴെയുള്ള ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചത്. പിന്നീട് മെഡിക്കൽ ബോർഡ് കൂടിയപ്പോഴും ആ ചികിത്സ ചെയ്ത ഡോക്ടർക്ക് അനുകൂലമായിട്ടായിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്. പക്ഷേ എങ്കിലും അതൊരു വലിയ നിയമ പോരാട്ടമായിരുന്നു. ആശുപത്രിക്ക് വേണ്ടിയും ഡോക്ടർക്ക് വേണ്ടിയുമൊക്കെ വളരെ പ്രഗത്ഭരായ അഭിഭാഷകർ ഹാജരായി. സത്യത്തിൽ അത് വളരെ ഈ ഒരു MBBS പഠിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ടിയർ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള വലിയ പഠനം നടത്തി അത് കോടതിയെ പൂർണ്ണമായി ബോധിപ്പിച്ചപ്പോഴാണ് കോടതിക്ക് ആ ഡോക്ടറും ആശുപത്രിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇരയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ കോടതിയുടെ ഭാഗത്തു നിന്ന് വിധിയുമുണ്ടായി. അതൊരു വലിയ സങ്കീർണമായ നിയമ പോരാട്ടം ആയിരുന്നു. ചികിത്സാ പിഴവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഡോക്ടർക്കെതിരെ, ഒരു ആശുപത്രിക്കെതിരെ ഒരാൾ ഒരു ചികിത്സാ പിഴവ് ഉന്നയിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വളരെ സങ്കീർണമാണ്. പ്രഥമ ദൃഷ്ട്യാ ചികിത്സാ പിഴവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അതുമൂലം ആ വ്യക്തിക്ക് അംഗവൈകല്യം സംഭവിക്കുകയോ
ജീവഹാനി സംഭവിക്കുകയോ അതേപോലെ രീതിയിലുള്ള സങ്കീർണ അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യണം. അത് ഒരു ആശുപത്രിയുടെയോ ഒരു ഡോക്ടറിൻ്റെയോ അശ്രദ്ധ മൂലമാണ് ഉണ്ടായതെന്ന് തെളിയിക്കുന്നതിന് മെഡിക്കൽ എവിഡൻസ് തന്നെ വേണം. പ്രധാനമായും ഒരു ആശുപത്രിയുടെയും ഒരു ഡോക്ടറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായ കുറ്റം ആ കുറ്റമാണെന്ന് പറയാൻ മറ്റൊരു ഡോക്ടർക്കേ സാധിക്കൂ. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം ഇത് ഒരു ചികിത്സാ പിഴവ് മൂലമാണ് ഉണ്ടായത് എന്ന് മറ്റൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. ആ സാക്ഷ്യപ്പെടുത്തുന്ന ഡോക്ടറിനെ കോടതി മുമ്പാകെ വിസ്തരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് താഴെ ഉള്ള ഡോക്ടർ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് നടത്തിയത്, ആ ചികിത്സാ പിഴവ് മൂലം എന്തൊക്കെ കാര്യങ്ങൾ ഇരയ്ക്ക് സംഭവിച്ചു എന്ന് അസന്നിഗ്ധമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡോക്ടർ പറയണം. അതുപോലെ ഈ ആ പിഴവ് മാറ്റുന്നതിന് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്തതെന്നും പറയണം. സാധാരണയായി മെഡിക്കൽ ബോർഡ് കൂടും. മെഡിക്കൽ ബോർഡ് കൂടി അത് വിദഗ്ധമായ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് മെഡിക്കൽ ബോർഡ്. ആ മെഡിക്കൽ ബോർഡ് കൂടി ഈ ചികിത്സാ പിഴവിന് വിധേയമായ രോഗിയെ അവർ പരിശോധിക്കും. പക്ഷെ അവർ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ പലപ്പോഴും ഡോക്ടർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവിനെ എതിരെയുള്ള നിയമ നടപടികൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ സങ്കീർണമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് പാവങ്ങളുടെ ജീവിതം ഇട്ട് പന്താടുന്നത് ശരിയല്ല. ഡോക്ടർമാരും ആശുപത്രികളും ചെയ്യുന്ന സേവനത്തെ ഒരിക്കലും കുറച്ച് കാണുകയില്ല. അവർ വലിയ സേവനമാണ് ചെയ്യുന്നത്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഡോക്ടറുടെയും ആശുപത്രിയുടെയും ജീവനക്കാരുടെയും ഒക്കെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഡോക്ടർമാർ അവരുടെ ജീവനെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സേവന പ്രവർത്തനം ചെയ്യുന്നത് നമുക്കറിയാം. അത് വിസ്മരിക്കുകയല്ല, അവരെ വില കുറച്ച് കാണുകയുമില്ല. പക്ഷേ ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളെന്ന നിലയിൽ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു അശ്രദ്ധ ഉണ്ടാകുവാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഈ അടുത്തിടെയായി നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങൾ നടന്നു. കൈക്ക് പകരം നാക്ക് ചികിത്സ നടത്തും, ഇടതുകാലിന് പകരം വലതുകാല് ചികിത്സ നടത്തും, കാലിൽ കമ്പിയിടുന്നതിന് പകരം കയ്യിൽ കമ്പിയിടും, ഇടത് കണ്ണിന് കുഴപ്പമുണ്ടായാൽ വലത് കണ്ണിന് ചികിത്സ നടത്തും. ഇങ്ങനെയൊക്കെയുള്ള ചികിത്സാ പിഴവുകൾ ഒഴിവാക്കേണ്ടതാണ്. നിയമം കൂടുതൽ കർക്കശമാക്കേണ്ടതുണ്ട്. ആൾക്കാർ കൂടുതൽ ബോധവാന്മാരാകണം. ആൾക്കാർ കൂടുതൽ ബോധവാന്മാരായി നിയമ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം വഴിയൊക്കെ ഇരകളാക്കപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയായിരിക്കണം. അങ്ങനെ വന്നാൽ ഒരു പരിധിവരെ ഈ ചികിത്സാ രംഗത്തുള്ള പിഴവുകൾ നമുക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. എന്തായാലും ജനങ്ങൾ നിയമത്തിൽ ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സങ്കീർണമാണെങ്കിലും നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് അനുകൂലമായ നിയമങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.